ശരീരങ്ങൾ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 500ഓളം പേർക്ക് പല സ്ഥലത്തായിട്ട് പല സമയങ്ങളിലായിട്ട് 40ഓളം ദിവസം എന്ത് ദർശനം കൊടുത്തു. ആ ദർശനം കൊടുത്തപ്പോൾ ഡയറക്റ്റായിട്ട് അവരോട് പറയണം, തൊട്ട് നോക്കിക്കോ, ഞാൻ തന്നെയാണ്, ശരീരത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്, ഒരു ഭൂതമോ ഫാൻറ്റമോ ഒന്നുമല്ല. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? തെളിയിക്കാൻ വേണ്ടി. ശാരീരികമായിട്ട് തന്നെയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ഭക്ഷണം വരെ കഴിച്ചു അവരുടെ കൂടെ. ശരീരമുള്ളവനാണെങ്കിലും അവന് തോന്നുമ്പം പ്രത്യക്ഷപ്പെടാം, അപ്രത്യക്ഷപ്പെടാം, ഭിത്തിയിൽ കൂടെ മതിലിൽ കൂടെ സഞ്ചരിക്കാം. അങ്ങനെയുള്ള അവസ്ഥ കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് 40ഓളം ദിവസം പഴയ നിയമത്തിലെ തൗറയും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെയും അവൻ ആരാണ്, എന്തിനു വേണ്ടി വന്നു, അവനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ വിവരിച്ചു കൊടുത്തു. ഞാനിപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു, അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഈ 40ഓളം ദിവസം. അപ്പോൾ കർത്താവിൻ്റെ ശവശരീരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ അടയാളമായിട്ട് 500ഓളം പേര് കർത്താവിൽ മുന്നേ വിശ്വസിക്കാത്ത, കർത്താവിനെ എതിർത്ത പരീശന്മാരെ പോലെയുള്ള ആളുകൾ, കർത്താവിൻ്റെ ശത്രുക്കൾ വരെ കർത്താവിനെ കണ്ടു നേരിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉറച്ച ഒരു സത്യമായി മാറി. എന്ന് മാത്രമല്ല, ഈ സത്യത്തിന് വേണ്ടി ആരെങ്കിലും ഒരു കള്ളത്തരത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവും? ഇല്ലല്ലോ. ഈ സത്യത്തിന് വേണ്ടി അപ്പോസ്തലന്മാരെല്ലാം മാർട്ടിടം പ്രാപിക്കാൻ വരെ, രക്തസാക്ഷികളാകാൻ വരെ തയ്യാറായി. എന്ന് മാത്രമല്ല, ഈ സത്യത്തിൽ അവർ വിശ്വസിച്ച് ഈ സത്യം അവർ പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടന്നു. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ പുറത്തായി, മരിച്ചുപോയവർ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണ് ഈ സുവിശേഷം മുന്നോട്ട് പോകുന്നത്, ദൈവത്തിൻ്റെ ദയയാൽ. അല്ലാതെ ആരും വാളുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ കൊണ്ടോ അവരുടെ എഴുത്തുകൾ കൊണ്ടോ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയതല്ല. ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് പോയത്. ഈ പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളുടെ സ്വഭാവം മാറി, ശക്തിയും മാറി, സ്വഭാവം മാറി. അവരുടെ സ്വഭാവം എന്താണ്? ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക, ശുശ്രൂഷിക്കുക, സ്നേഹിക്കുക. ഒരാളെ താഴ്മ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ താഴ്ത്തി കെട്ടുക, അവരെ പറ്റി അപവാദങ്ങൾ പരത്തുക, ഇതൊന്നുമല്ല. മറിച്ച് അവരുടെ കാല് കഴുകുക. താഴ്മ ഞങ്ങൾക്കുണ്ട്, ഇതേപോലെ നിങ്ങളും ആവണം. അതാണ് കർത്താവിൻ്റെ മാർഗം. അപ്പോൾ ഈ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്തിനെ സാക്ഷീകരിക്കുന്നു? കർത്താവ് മരണത്തെ, ദ്രവത്വത്തെ ഒക്കെ ജയിച്ചു, സാത്താനെ ജയിച്ചു. മുഴുവനായിട്ടുള്ളൊരു റിവേഴ്സൽ സംഭവിച്ചു കഴിഞ്ഞു എന്നതിനെ അത് പൂർണ്ണമായിട്ടും സ്ഥാപിക്കുക. കർത്താവിൻ്റെ ക്രൂശ് മരണം ആവശ്യമാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്ന ഒരു ഭോഷത്വം നമുക്ക് ദൈവശക്തിയാകുന്നു. കർത്താവിൻ്റെ ഉയർപ്പും ആവശ്യമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നാം പ്രസംഗിക്കുന്ന സുവിശേഷം വ്യർത്ഥമത്രേ. ഇത് രണ്ടും കൂടെ ഇറങ്ങുന്നതാണ് സുവിശേഷം. അതൊരു നല്ല വിശേഷമാണ്. നമ്മുടെ പാപങ്ങൾ, ശാപങ്ങളൊക്കെ കഴിഞ്ഞു, മരണമൊക്കെ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, നമുക്കിനി ഒരു പുതിയ ശരീരവും പുതിയ ജീവനും കർത്താവ് മടങ്ങി വരുമ്പോൾ തരും. അതാണ് പുനരുത്ഥാനം. അതാണ് നല്ല വിശേഷം. അതുകൊണ്ടാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു വെള്ളിയാഴ്ചയായി മാറുന്നത്. കർത്താവ് ജയിച്ചു, പിന്നെ ഈസ്റ്റർ അത് നല്ലൊരു തുടക്കമായി മാറുന്നത്. പുതിയ സൃഷ്ടിയുടെ, ഒരു പുതിയ മനുഷ്യത്വത്തിൻ്റെ തുടക്കമാണത്. പുതിയ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് ഇതുവരെ ഉണ്ടായിരുന്ന ആദാമ്യ റേസിൽ നിന്നും വ്യത്യസ്തനാണ്. ഞാൻ പറഞ്ഞില്ല, പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. പരിശുദ്ധനാണ്, പാപമില്ല, കറപ്ഷനില്ല, ദ്രവത്വമില്ല, മരണമില്ല. അങ്ങനെയുള്ളൊരു ശരീരം, അതാണ് പുതിയ മനുഷ്യത്വം. ആ പുതിയ മനുഷ്യത്വം കർത്താവ് ആരംഭിച്ചു. ഇനി കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പാപം ക്ഷമിക്കപ്പെടും, അവരുടെയും ശാപം, മരണം ഇത്യാദിയൊക്കെ മാറും. അവർക്കും ഇതേപോലത്തെ ആ പുതിയ മനുഷ്യത്വം ലഭിക്കും ഭാവിയിൽ. ഇപ്പോൾ അവർ അത് മനസ്സിൽ വിശ്വസിച്ച് ഗ്രഹിക്കുന്നു. പക്ഷെ ഭാവിയിൽ കർത്താവ് മടങ്ങി വരുന്ന സമയത്ത് അവർക്ക് ഇതേപോലത്തെ ശരീരങ്ങൾ, പുതിയ മനുഷ്യത്വം, അവർ പുതിയ മനുഷ്യരായിരിക്കും. ഇപ്പോഴേ അവർ പുതിയ മനുഷ്യരാകാൻ തുടങ്ങിയിരിക്കുന്നു, അവരുടെ മനസ്സുകൊണ്ടും അവരുടെ ബുദ്ധി കൊണ്ടും. എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പോൾ അത് പൂർണ്ണമാവും. ശരീരം കൊണ്ടും അവർ പുതിയ മനുഷ്യരായി തീരും. അതാണ് സുവിശേഷം. അതാണ് ഈ പുതിയ മനുഷ്യത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ കർത്താവ് ഇവിടേക്ക് വന്നിരിക്കുന്നത് താൻ രാജാവാണ്, യഹൂദന്മാരുടെയും എല്ലാവരുടെയും ആ രാജാവാകുന്ന ദൈവമാണ്. ആ ദൈവം ഇവിടേക്ക് വന്നിരിക്കുന്നത് പാപം ക്ഷമിക്കാനാണ്. സാത്താനെ വിധിക്കണം, മനുഷ്യനെ രക്ഷിക്കണം. സാത്താൻ ഇനി എന്തൊക്കെ ക്ലെയിം കൊണ്ടുവന്നാലും അവന് ഇനി രക്ഷയില്ല. അപ്പോൾ സാത്താൻ വിധിക്കപ്പെട്ട ദിവസമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ. സാത്താനാണ് വാസ്തവത്തിൽ ഇത് ദുഃഖ വെള്ളിയാഴ്ച. കാരണം അവന് ഇനി ഈ ന്യായപ്രമാണം ഉപയോഗിച്ച് ഒരു മനുഷ്യനെയും വിധിക്കാനായിട്ട് സാധിക്കില്ല. നമുക്കിത് നല്ല വെള്ളിയാഴ്ചയാണ്. കാരണം നമുക്ക് ഇനി നമ്മളെ ന്യായപ്രമാണം വെച്ചിട്ട് മനുഷ്യർക്കും സാത്താനും നമ്മളെ വിധിക്കാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഈ ന്യായപ്രമാണം തന്നെ നമ്മുടെ രക്ഷയ്ക്കായി തീരുകയാണ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പാപക്ഷമയും എല്ലാ അനുഗ്രഹങ്ങളും നമുക്കിപ്പോൾ കിട്ടുകയാണ് യേശുക്രിസ്തു മുഖാന്തരം സൗജന്യമായിട്ട്. നമുക്കിനി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും ദൈവത്തിൻ്റെ അകത്തെ സ്ഥലമാകുന്ന അതിവിശുദ്ധ സ്ഥലത്ത്, യഥാർത്ഥ അതിവിശുദ്ധ സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിൽ പോകാം. കാരണം നമ്മുടെ മനസാക്ഷിയെ കഴുകിയിരിക്കുന്നത് ആടുകളുടെയും മാടുകളുടെയും രക്തമല്ല, മനുഷ്യൻ്റെ രക്തമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധ രക്തമാണ്. കർത്താവ് യേശുക്രിസ്തു ദൈവം മനുഷ്യരൂപത്തിൽ വന്നവനാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നത് എന്താണ്? ദൈവമാണ് വചനം. അത് ശരീരരൂപത്തിലെടുത്തു. ആ വചനം എന്ന് പറയുന്നത് എന്താണ്? തൗറയാണ്. തൗറ എന്ന് പറയുന്നതാണ് വചനം. ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ആ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം യഹൂദന്മാരുടെ ആലയത്തിൽ വന്നതിനെയാണ് അവർ പാർത്തു എന്ന് പറയുന്ന, ടാബർനാക്കിൾഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ യഹൂദന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു തൗറയും ദൈവത്തിൻ്റെ ആ കൂടാരവും. ഈ തൗറയും കൂടാരവും ഈ രണ്ട് കാര്യങ്ങളും യേശുക്രിസ്തുവിൽ ഒരുമിച്ച് വരികയാണ്. ദൈവത്തിൻ്റെ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ടാബർനാക്കിൾഡ് അമംഗ് അസ്. ആ തൗറയും ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ ടാബർനാക്കിളും ദൈവത്തിൻ്റെ കൂടാരവും ഒരുമിച്ച്, ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്കീന എന്ന് നമ്മൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനവും ഒരുമിച്ച് ഒരു വ്യക്തിയിൽ വരികയാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ടോ ആ കർത്താവാകുന്ന ദൈവത്തിൻ്റെ രക്തമാണ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാത്താന് ഇനി ആ രക്തം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ ദൂതനുമല്ല, മൃഗവുമല്ല, വെറും ഒരു മനുഷ്യനുമല്ല, അവൻ ദൈവമാണ് മനുഷ്യരൂപത്തിൽ. അപ്പോൾ സാത്താന് യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല, അവൻ്റെ പാപം ക്ഷമിക്കപ്പെടാൻ പോകുന്നില്ല അവൻ വിശ്വസിച്ചാലും. പക്ഷേ മനുഷ്യരുടെ പാപം ക്ഷമിക്കപ്പെടും. അതുകൊണ്ട് സാത്താന് ഇതിനെപ്പറ്റിയൊന്നും ജ്ഞാനമില്ലെങ്കിലും അവൻ മനുഷ്യരെല്ലാം ഉപയോഗിച്ച് അവരുടെ മനസ്സിനകത്ത് വെറുപ്പ്, വിദ്വേഷം, പക, പിണക്കം ഒക്കെ കയറ്റിയിട്ട് അവരെ കൊണ്ട് യേശുക്രിസ്തുവിനെ ഉപദ്രവിപ്പിക്കുകയാണ്. ആ ഉപദ്രവം എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. കർത്താവ് സ്നാനപ്പെട്ട് വന്നപ്പോൾ തൊട്ടേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പാതയിൽ ഈ വ്യക്തികൾ കപടഭക്തി നിറഞ്ഞ, സാത്താനാൽ നിറഞ്ഞ്, നല്ല പവിത്രതയുണ്ട് എന്ന് പുറമേ ഉള്ളവർക്ക് തോന്നുന്ന പരീശന്മാർ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയും മെശിയായ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്നവരും ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ഈ വ്യക്തികൾ അവിടെ നിന്നിട്ട് കർത്താവിനെ വിധിക്കുകയാണ്. കർത്താവ് ഇവരുടെ ശിക്ഷാവിധി ഒഴിവാക്കാനാണ് വന്നിരിക്കുന്നത്. കർത്താവിനെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ഉടമ്പടി, യഹൂദന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും ഉണ്ടായിരുന്ന ഉടമ്പടി, പഴയ ഉടമ്പടി തകർന്നു പോയില്ലേ? ആ തകർന്നു പോയി ഇതുകൊണ്ടാണല്ലോ ഇവർ ശപിക്കപ്പെട്ടിട്ട് പല സ്ഥലത്തും എക്സൈലിൽ പോയത്. ആ എക്സൈൽ എന്ന് പറയുന്നത് പാപക്ഷമയിലൂടെ മാത്രമേ മാറുള്ളൂ എന്ന് പ്രവാചകന്മാർ പറഞ്ഞു. ആ പാപക്ഷമ നൽകി അവർ ചെതറിപ്പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവരെ തിരിച്ച് കൊണ്ടുവന്ന് അവരുമായിട്ട് ഉടമ്പടി സ്ഥാപിക്കുമെന്ന് പല പ്രാവശ്യം അവർ പറഞ്ഞു. ആ ഉടമ്പടി സ്ഥാപിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ യഹൂദന്മാർ, ആദ്യം യഹൂദൻ, പിന്നെ വിജാതീയൻ, അങ്ങനെ എല്ലാവരുടെയും രാജാവായി ദൈവം ഈ ഉടമ്പടി പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അബ്രഹാമിനോട് അന്ന് ആ മാടിനെ മോറിയ മലയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇടപെട്ട അതേ ദൈവം ദാവീദിനോട് ഞാൻ നിന്റെ സന്തതിയിലൂടെ ഈ അനുഗ്രഹത്തിൻ്റെ കാര്യം ചെയ്തെടുക്കുമെന്ന് പറഞ്ഞ അതേ ദൈവം ഇപ്പോൾ വന്നിരിക്കുക. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. അവരുടെ ശിക്ഷാവിധി മാറ്റാനും അവരുടെ ദൈവവുമായിട്ട് തെറ്റിപ്പോയ ഉടമ്പടിയെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാതെ
അവരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ അവർ ശിക്ഷ വിധിക്കുക, അവരെ രക്ഷിക്കാൻ വന്നവനെ അവർ കല്ലെറിയണം, അവരെ രക്ഷിക്കാൻ വന്നവനെ അവർ പഴി പറയണം, അവനെ കുടുക്കാൻ വേണ്ടി ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ്. നീ പറയുന്നു നീ ദൈവം പോലെയുള്ള മിശിഹ രാജാവാണ്, അതാ നിന്റെ അവകാശവാദം. നീ രാജാവല്ലേ, നീയല്ലേ യഹൂദന്മാരുടെ രാജാവ്, യഥാർത്ഥ രാജാവ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന രാജാവാണ് കൈസർ. ആ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? എങ്ങനെയുണ്ട് ചോദ്യം? എത്ര ആത്മീയ ആഴമുണ്ട് ഈ ചോദ്യത്തിന്. യഹൂദന്മാരൊക്കെ വിശ്വസിക്കുന്ന എന്താണ്? ഞങ്ങൾക്ക് ഒരു രാജാവേ ഉള്ളൂ, അത് ദൈവമാണ്. ആ രാജാവിൻ്റെ പ്രതിനിധിയായി ഞങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന മാനുഷിക രാജാക്കന്മാരുണ്ടായിരുന്നു. സങ്കീർത്തനം 2 പ്രകാരമുള്ള ആ രാജാക്കന്മാരാണ് ദാവീദ് ഗോത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന രാജാക്കന്മാർ. അതിൽ അവസാനം മിശിഹ എന്ന് പറയുന്ന വലിയൊരു രാജാവ് വരും, അവൻ ഞങ്ങളെ വിടുവിക്കും എന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന ഈ യഹൂദന്മാർ യെശയ്യാവ് 40 മുതൽ 60 വരെയുള്ള അധ്യായങ്ങളിൽ ആ രാജാവിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. യെഹെസ്കേലും 34 അധ്യായത്തിൽ ഇടയനാകുന്ന ദാവീദ് ഗൃഹത്തിൽ നിന്ന് വരുന്ന ദാവീദിനെ പോലെയുള്ളൊരു മെശിഹ ആയിട്ട് യഹോവ തന്നെ വരുമെന്ന് പറഞ്ഞ് ആ രാജാവിനെ വിശദീകരിച്ചിട്ടുണ്ട്. ആ രാജാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ യഹൂദന്മാർ യേശു ക്രിസ്തു അങ്ങനെയുള്ള രാജാവാണ് എന്ന് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് അവനെ പരീക്ഷിക്കാനായിട്ട്, അവനെ കുടുക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റൈവലായിട്ട് ഒരു രാജാവുണ്ട് ഓൾറെഡി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ആ യഹൂദ്യ ദേശത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന. അവൻ്റെ പേരാണ് കൈസർ, റോമിൻ്റെ രാജാവ്. റോമിൻ്റെ രാജാവിനെ കൊണ്ട് ഇവനെ കൊല്ലിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇവൻ റോമിൻ്റെ രാജാവിനെ ചലഞ്ച് ചെയ്യുന്നു, അവർക്കെതിരെ നിൽക്കുന്നു. ഇപ്പം ആരെങ്കിലും എന്നെ മോദിക്ക് പകരമായിട്ട് നിർത്തിയിട്ട് എന്നിട്ട് പറയാണ് ഇവൻ മോദിയേക്കാളും വലിയ ഒരു മനുഷ്യനാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മോദിജിയോടും മോദിയുടെ ആൾക്കാരോടൊക്കെ പരാതി പറഞ്ഞിട്ട് മോദിജിയെയും BJPയെയും ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റിനെ എനിക്കെതിരെ ആക്കിയിട്ട് പറയാണ്, ഇവൻ പറയുന്നു ഇവൻ വലിയ രാജാവാണെന്ന്. പക്ഷേ വാസ്തവത്തിൽ ഞങ്ങളുടെ രാജാവ് ആരാണ്? മോദിജിയാണ്. ക്രിസ്ത്യാനികളാണ് അത് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും? മനസ്സിലാവുന്നുണ്ടോ? ഇവൻ ഞങ്ങളുടെ രാജാവാണെന്ന് പറയുന്നു, ഇവൻ ഇവിടെ ഒരു ക്രിസ്തീയ രാജ്യം സ്ഥാപിക്കുമെന്ന് പറയുന്നു, ഇവൻ ഇവിടുത്തെ രാജാവാകുമെന്ന് പറയുന്നു. പക്ഷെ വാസ്തവത്തിൽ ഇവൻ ഞങ്ങളുടെ രാജാവല്ല. ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്, അത് നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികൾ പറഞ്ഞേക്കിരിക്കും എന്ന് പറയുന്നത് മാതിരിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. കർത്താവ് വാസ്തവത്തിൽ വന്നിരിക്കുന്നത് വെറുപ്പിനെ മാറ്റിയിട്ട് സ്നേഹത്തിൻ്റെ ഒരു രാജ്യം സ്ഥാപിക്കാനാണ്. അവൻ ഈ കൈസറുമായിട്ട് ബന്ധമൊന്നുമില്ല. കൈസറിനെ നശിപ്പിക്കാനോ കൈസറിനെ മാറ്റാനോ ആണ് കർത്താവ് വന്നിരുന്നെങ്കിൽ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പിന്നെ കൈസറിൻ്റെ രാജ്യം ഉണ്ടാവില്ലേനു. കർത്താവിന് കഴിയാത്ത കാര്യമാണോ അത്? കർത്താവ് വന്നിരിക്കുന്നത് വേറൊരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്, ഒരു ദൈവരാജ്യം, ഒരു ആത്മീയ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. മുന്നോട്ട് കർത്താവ് മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ ന്യായവിധി നടക്കും. എല്ലാ മനുഷ്യരെയും അവരുടെ കർമ്മങ്ങൾ പ്രകാരം ദയയുള്ളവരെ ഒരു സൈഡിലും ദയയില്ലാത്തവരെ മറ്റൊരു സൈഡിലും നിർത്തിയിട്ട് ആടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ച് ദൈവം ന്യായവിധി നടത്തും. ആ ന്യായവിധിക്ക് ശേഷം ദയയില്ലാത്തവരെയൊക്കെ നരകത്തിലേക്ക് തള്ളിയിടും, ദയയുള്ളവരെയൊക്കെ പുനരുദ്ധാനം നൽകി ദയയുള്ള കർത്താവ് നിൻ്റെ പാപം ക്ഷമിച്ചു എന്ന് വിശ്വസിച്ചിട്ട് മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന ആളുകളുടെ കാര്യമായി പറയുന്ന ദയയുള്ളവർ എന്ന് പറയുമ്പോൾ ആ ദയ ലഭിച്ചവരെയും ദയ കൊടുക്കുന്നവരെയും കർത്താവ് മാറ്റി നിർത്തിയിട്ട് അവരോട് കൂടെ ഒരു പുതിയ രാജ്യം പണിയും, ഒരു പുതിയ മനുഷ്യത്വമായിരിക്കും വന്നത്. അവിടെ മൃഗങ്ങൾ തമ്മിൽ ഉപദ്രവിക്കില്ല, അവിടെ നോൺ വെജ് കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നോൺ വെജിനെ എതിർക്കുന്നതുകൊണ്ടൊന്നുമല്ല, മരണം ഉണ്ടാവില്ല. അപ്പോൾ മരിച്ച് ഒരു മൃഗം മരിക്കാതെ അവൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് എങ്ങനെ ഭക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ മൃഗങ്ങൾ തമ്മിൽ തന്നെ സമാധാനത്തിലായിരിക്കും. ഒരു മൃഗവും ഭക്ഷണത്തിന് വേണ്ടി വേറൊരു മൃഗത്തെ കൊല്ലൂല. അങ്ങനെയുള്ള ഒരു രാജ്യം, അഹിംസയുടെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാജ്യം, ആ രാജ്യത്തിൻ്റെ അധികാരിയായി രാജാവായി കർത്താവ് വരും. അത് അവസാനം സംഭവിക്കുന്ന കാര്യം. അത് എന്ന് സംഭവിക്കും നമുക്കറിയില്ല. ഇവിടുത്തെ ഗവൺമെൻറ് മാറ്റാൻ വേണ്ടിയാണ് കർത്താവ് വന്നതെന്നാണ് ചില ആൾക്കാരുടെ വിചാരം. അതിനൊന്നുമല്ല കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവ് കൈസറിനോട് ഫൈറ്റ് ചെയ്യാനോ കൈസറിനെ മാറ്റാനോ വന്ന ആളല്ല. കൈസർക്ക് പകരക്കാരനായി നിൽക്കാൻ വന്ന ആളുമല്ല. കർത്താവ് സാത്താൻ്റെ ആ രാജ്യം, വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം ഇതിനെയൊക്കെ ചലഞ്ച് ചെയ്ത് നശിപ്പിച്ച് തൻ്റെ ശരീരത്തിൽ അതിന് ശിക്ഷ വിധിച്ച് ഉയർത്തെഴുന്നേറ്റ് മാനവരാശിയെ തന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി, ഒരു പുതിയ മാനവ രാജ്യം ആക്കി മാറ്റി ഒരു പുതിയ മനുഷ്യത്വത്തെ ആരംഭിക്കാനാണ് വന്നിരിക്കുന്നത്. കേവലം ഒരു
ഇസ്രായേലിൻ്റെ രാജാവാകാനോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു രാജാവാകാനോ എല്ലാവരെയും ഭരിക്കുന്ന രാജാവാകാനോ അല്ല വന്നിരിക്കുന്നത്. മനുഷ്യത്വത്തെ തന്നെ പുതുക്കിയിട്ട് ഒരു പുതിയ മനുഷ്യത്വമാക്കിയിട്ട് ദൈവത്തെ എല്ലാവരും വിളിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കാനും എല്ലാവരും തമ്മിൽ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കാനുമാണ് കർത്താവ് വന്നിരിക്കുന്നത്. അത് വളരെ ആഴമേറിയ കാര്യമാണ്. ചെറിയ എന്തെങ്കിലും ഒരു തുക്കട ബിസിനസ്സിന് വേണ്ടിയോ ഇവിടെ വലിയൊരു പ്രസിഡന്റിനെ മാറ്റാനോ അല്ലെങ്കിൽ